സോ ഗൈസ്, അങ്ങനെ നമ്മൾ റെട്രോയുടെ ട്രെയിലർ വെളിയിറങ്ങിയിട്ടുണ്ട്. സൂര്യയുടെ പടം റെട്രോ ട്രെയിലർ വെളിയിറങ്ങിയിട്ടുണ്ട്. നല്ലൊരു വരവേൽപ്പ് തന്നെയാണ് നമുക്ക് ഈ പറഞ്ഞ ട്രെയിലർ കിട്ടിയിട്ടുണ്ടായിരുന്നത്. നമുക്ക് യൂട്യൂബിൽ കണ്ടാൽ തന്നെ അറിയാം, ഇപ്പോൾ തന്നെ എത്ര മില്യൺ കണക്കിന് വ്യൂ പോയിട്ടുണ്ട്, ഇപ്പോഴും പോയിക്കൊണ്ടിരിക്കുകയാണ്. നല്ലൊരു വരവേൽപ്പ് തന്നെയാണ്. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിന് മുമ്പ് ഇറങ്ങിയ സൂര്യയുടെ പടം വെച്ച് നോക്കുമ്പോഴത്തേക്കും ഈ ഒരു പടം സൂര്യയുടെ കംബാക്ക് ആയിരിക്കും എന്ന് തന്നെയാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. മാത്രമല്ല, പടം എടുക്കുന്നത് ആരാണ്? നമ്മളെ കാർത്തിക് സുബ്ബരാജ്. പിന്നെ പറയേണ്ട ആവശ്യമുണ്ടോ? കാരണം വെച്ചാൽ കാർത്തിക് സുബ്ബരാജിനെ കുറിച്ച് നിങ്ങൾക്ക് അറിയാമെന്നുള്ളൂ. നിങ്ങൾ പുള്ളിയുടെ പ്രീ വർക്കുകൾ കണ്ടാണ്. ജഗൃതണ്ട, പിസ, വിതരത്തിന് പേട്ടയ്ക്കാന്ന് പുള്ളിയെ വെച്ച് പണിയതാണ്. നമ്മൾ ഈ മറ്റേ രജനിയുടെ ഫാൻ ബോയും കൂടിയാണ് പുള്ളി. അപ്പോൾ പുള്ളി ആ പടത്തിൽ ഫാൻ ബോയ്ക്ക് എന്തൊക്കെ ചെയ്യാൻ പറ്റും അതൊക്കെ ചെയ്തിട്ടുണ്ട്. നിങ്ങൾ ശ്രദ്ധിച്ചാൽ തന്നെ മനസ്സിലാവും. പടത്തിൽ ഈ ട്രെയിലർ കാണുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവും. കാരണം ട്രെയിലറിൽ കാണുമ്പോൾ തന്നെ സൂര്യയുടെ റോനസ്, സൂര്യയുടെ ആ റൗഡീസ്, ആ റോനസ്, ആ സ്വാഗ് എല്ലാം നമുക്ക് ആ ട്രെയിലറിൽ കൂടെ തന്നെ നമുക്ക് കിട്ടുന്നുണ്ട്. ഈ പഴയ സൂര്യ കണ്ട പോലെയാണ് എനിക്കൊരു ഫീലിംഗ് വരുന്നത്. അതുപോലെ തന്നെ ഈ ഫാൻസിന് നല്ലൊരു മോക്ഷം തന്നെയായിരിക്കും ഈ പടത്തിൽ കൂടെ ഞാൻ പറയാൻ വരുന്നത്. കാരണം വെച്ചാൽ ഫാൻസിനും ഈ പറയുന്ന പടം ഒരു മോക്ഷം തന്നെ ആയിരിക്കും ഈ പറഞ്ഞ ഫെയിലിയർ ചെയ്യുന്നത്. കാരണം റീസെൻ്റായിട്ട് സൂര്യയുടെ പടങ്ങൾ ഇറങ്ങിയത് നമ്മൾ കണ്ടു തന്നെയാണ്. ഒരുപാട് പടങ്ങളൊക്കെ പൊട്ടിപ്പോയിട്ടുണ്ട് പുള്ളിയുടേത്. ചുരുക്കം ചില പടങ്ങൾ മാത്രമേ വിജയിച്ചിട്ടുള്ളൂ ഈ റീസെൻറ്റ് കാലഘട്ടങ്ങളിൽ. ഞാൻ പറഞ്ഞ ഒരു 2008, 2009 മുമ്പേ അല്ല, അതിന് ശേഷം ഇറങ്ങിയ പടം. 2010 ഇറങ്ങിയ ശേഷം പടങ്ങൾ 1-2 പടങ്ങൾ ഒഴിച്ച് ബാക്കിയെല്ലാം ഈ പറയുന്ന ബോംബ് പടങ്ങൾ തന്നെയാണ്. അത് സൂര്യയുടെ പടത്തിൻ്റെ പ്രശ്നമല്ല, ഈ സൂര്യ അഭിനയിക്കുന്നതിൻ്റെ പ്രശ്നമല്ല, ഈ പറയുന്ന ഡയറക്ടേഴ്സ് ചെയ്യുന്ന പ്രശ്നമാണെന്ന് തന്നെയാണ് എൻ്റെ ഒരു പേഴ്സണൽ ഒപ്പീനിയൻ. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത്രയും നല്ല കഴിവുള്ള നടനെ യൂട്ടിലൈസ് ചെയ്യാൻ പറ്റാത്തത് ഡയറക്ടറിൻ്റെ ഫെയിലിയറാണ്, അല്ലാതെ സൂര്യയുടെ ഫെയിലിയർ അല്ല. സൂര്യ എല്ലാ പടത്തിലും നല്ല രീതിക്ക് പെർഫോമൻസ് അവർ കൊടുക്കുന്നുണ്ട്. പക്ഷേ ഡയറക്ടർ യൂട്ടിലൈസ് ചെയ്യുന്ന രീതി കുറച്ച് മോശമായതുകൊണ്ട് ആയിരിക്കും ഈ പറഞ്ഞ പടങ്ങൾ പൊട്ടുന്നത്. ഇല്ലാന്നുണ്ടെങ്കിൽ സൂര്യ എടുത്ത് പറയണ കഥ വേറെ ആയിരിക്കും, ഈ പറഞ്ഞ ഡയറക്ടർ എടുത്തു വയ്ക്കുന്ന കഥ വേറെ ആയിരിക്കും. ഇത് രണ്ടേ സാധ്യതയുള്ളൂ. പിന്നെ ഈ പ്രാവശ്യം നമുക്ക് റെട്രോയുടെ പടത്തിൽ നമുക്ക് കിട്ടാൻ പോകുന്നത് വെച്ച് കഴിഞ്ഞാൽ ഇത് കിട്ടിയത് നല്ലൊരു ഡയറക്ടറിൻ്റെ കയ്യിലാണ് പുള്ളിയെ കിട്ടിയിരിക്കുന്നത് ഇപ്രാവശ്യം. പിന്നെ മാത്രമല്ല, പുള്ളിയെ ഇത്രയും നല്ല ഡയറക്ടറിൻ്റെ കൈ കിട്ടിക്കഴിഞ്ഞാൽ പുള്ളി എന്തായാലും നല്ല രീതിക്ക് പുള്ളി പണി എടുപ്പിക്കും പുള്ളിയെ കൊണ്ട്. ഓൾറെഡി സൂര്യയുടെ ഒരു പൊട്ടൻഷ്യൽ ഉണ്ട്, അത് നല്ല രീതിക്ക് പുള്ളി എക്സ്പ്ലോർ ചെയ്ത് അടിപൊളിയായിട്ട് പടം തരുമെന്നാണ് എനിക്ക് വിശ്വാസം. കാരണം ഈ പറയുന്ന ലോകേഷ് കനകരാജ് ആയാലും കാർത്തിക് സുബ്ബരാജ് ആയാലും ഇതുപോലത്തെ വിരളിൽ എണ്ണാൻ പറ്റുന്ന ഡയറക്ടേഴ്സിൻ്റെ പടത്തിന് ഇതുണ്ട്. അതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഓഡിയൻസ് ഉണ്ട്. ചിലവർ നടന്മാർക്ക് വേണ്ടി പോകും, ചിലവർ ഡയറക്ടറിന് വേണ്ടി പോകും. ഞാൻ ഡയറക്ടറിന് വേണ്ടി പോകുന്ന ആളാണ്. അപ്പോൾ എനിക്കെന്ന് വെച്ചാൽ ഈ പറഞ്ഞ ലോകേഷ് ആയാലും ഇതുപോലെ കാർത്തിക് സുബ്ബരാജ് ആയാലും ഇവർ എടുക്കുന്ന പടത്തിൽ ആര് നായകനോ നായികയോ ഒന്നും ഞാൻ നോക്കാറില്ല. പുതുമുഖ നായകനായാലും ഞാൻ പോകും. കാരണം ഇവർ ഡയറക്ടർ ഞാനൊരു പ്രതീക്ഷ അർപ്പിക്കുന്നുണ്ട്. ആ ഒരു പ്രതീക്ഷ അർപ്പിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ പുള്ളിയുടെ ബ്രില്യൻസ് അത്രത്തോളമാണ്. ഈ പടം സൂര്യയുടെ കരിയറിൽ തന്നെ കംബാക്ക് ആയിക്കൊള്ളൂ എന്ന് തന്നെ പ്രതീക്ഷിക്കുന്നുള്ളൂ. അത്രത്തോളം ട്രെയിലർ നല്ല രീതിക്ക് വന്നിട്ടുണ്ട്. അപ്പോൾ നമ്മൾ പടം കാണാൻ വേണ്ടി കട്ട വെയിറ്റിംഗ് ആണ്. പടം ഇറങ്ങട്ടെ, പോയി കണ്ടിട്ട് ഫസ്റ്റ് റിവ്യൂ തന്നെ ഞാൻ ഇടുന്നതായിരിക്കും.